പച്ചക്കറി കൃഷിക്ക് ഓഫ് സീസൺ എന്നൊന്നില്ലെന്ന് തെളിയിക്കുകയാണ് കണ്ണൂർ കുറ്റ്യാട്ടൂരിലെ മൊയ്തീൻ എന്ന കർഷകൻ. കർക്കിടക മാസത്തിലും 100 മേനി വിളവാണ് മൊയ്തീന് പച്ചക്കറിയിൽ നിന്ന് ലഭിക്കുന്നത്. വെണ്ട, പയർ, പടവലം, വെള്ളരി, പാവൽ, ചുരയ്ക്ക തുടങ്ങി 10 ഇനം പച്ചക്കറികളാണ് മൊയ്തീൻ്റെ പച്ചക്കറിത്തോട്ടത്തിലുള്ളത്. മഴക്കാലമായതിനാൽ ചെരിവുള്ള സ്ഥലമാണ് പച്ചക്കറി നടാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നമില്ല. ഈ മഴക്കാലം ചെറിയ ചെരുവുള്ള സ്ലോപ്പുള്ള സ്ഥലത്താണ്. വയലൊന്നും നടക്കില്ല, പറമ്പിലും നടക്കും. ഇങ്ങനെ തരിച്ചിട്ട് കിടക്കുന്ന പറമ്പിൽ കൃഷി ചെയ്ത് ഞാൻ ഇത് തരിശു ഭൂമിയായിരുന്നു. ഇത് നമ്മൾ JCB ഉപയോഗിച്ച് നല്ല അടിപൊളിയാക്കി ഓരോ സെറ്റപ്പാക്കി എടുത്തതാണ്. അല്ല, ചെരുവില്ലാത്ത സ്ഥലത്ത് ചെയ്യുക. തടമെടുത്ത് ചെയ്യുമ്പോൾ ചെരുവ് വേണമെന്നില്ല. അത് വെള്ളം ഒരു ചാലിൽ കൂടി പോയിക്കോളും. തടമെടുത്താണ് മഴക്കാലം കൃഷി ചെയ്യേണ്ടത്. പാവൽ, പയർ തുടങ്ങി പടരുന്ന ഇനങ്ങളെല്ലാം മണ്ണിൽ മൾച്ചിങ് ഷീറ്റ് വിരിച്ചാണ് നട്ടത്. കഴിഞ്ഞ മഴക്കാലത്ത് പച്ചക്കറി കൃഷിയിൽ മൊയ്തീന് 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. അതിനാലാണ് ഇത്തവണ മൾച്ചിങ് രീതി പരീക്ഷിച്ചത്. ഞാൻ ഒരു പന്തൽ ഐറ്റംസിന് ഫുള്ള് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചാണ് ചെയ്തത്. ആ ഒരു പ്ലോട്ടിന് മാത്രം 10,000 രൂപ മാത്രം ചിലവായത്. അഥവാ അത് വിരിച്ചില്ലെങ്കിൽ നമ്മൾ മഴക്കാല പച്ചക്കറി ഉപേക്ഷിച്ച കഴിഞ്ഞ വർഷം ഞാൻ ഫുള്ള് കഴിച്ച് ഉപേക്ഷിച്ച നിലയിലാണ്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് KVKയിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സാർ ജയരാജൻ സാറും നമ്മളെ കൃഷിഭവനിലെ കുറ്റ്യാട്ടൂർ കൃഷിഭവനിലെ അസിസ്റ്റൻ്റ് ഓഫീസർ കൃഷ്ണൻ സാറും കൂടി എനിക്കൊരു പറഞ്ഞു തരികയും മൾട്ടി ഷീറ്റിനെ പറ്റി പറഞ്ഞു തരികയും ഞാൻ അതേ പ്രകാരം ചെയ്യുകയാണ് ചെയ്തത്. മഴക്കാലമായതിനാൽ പച്ചക്കറിയിൽ കളശല്യവും കീടബാധയും കൂടുതലാണ്. മൾച്ചിങ് ഷീറ്റ് ഇട്ടാൽ കളശല്യം കുറയ്ക്കാനാകും, ചെലവും കുറയും. കീടങ്ങളെ തടയാൻ ഫിറമോൺ കെണികളാണ് മൊയ്തീൻ ഉപയോഗിക്കുന്നത്. കീടനാശിനികളോ കളനാശിനികളോ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. കീടങ്ങൾ തന്നെയാണ് കൂടുതലും. ഞാൻ പറഞ്ഞ ഈ മൾച്ചിങ് ഷീറ്റാണ് ബെറ്റർ. ഒന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടി മൾച്ചിങ് ഷീറ്റാണ് ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് കുറേ പണി ലാഭമുണ്ട്, പൈസയും ലാഭമുണ്ട്. പിന്നെ കീടങ്ങൾ ഫിർമോൺ കണി തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ചാണകം, കോഴിവളം, കടലപ്പിണ്ണാക്ക് തുടങ്ങിയവയാണ് പച്ചക്കറി കൃഷിക്ക് ഉപയോഗിച്ചത്. വളരെ കുറഞ്ഞ അളവിൽ യൂറിയയും പൊട്ടാഷ്യം നൽകി. എല്ലാ ഇനം പച്ചക്കറികൾക്കും മികച്ച വിളവാണ് ലഭിക്കുന്നത്. 15 ദിവസം മുന്നേ ഞാൻ കുമ്മായ ഓരോ തടത്തിലിട്ട് വെച്ച് 15 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ വിത്ത് നട്ട് കോഴിവളം ഉപയോഗിച്ചാണ് വിത്ത് നടുന്നത്. നട്ടതിന് ശേഷം 3 ഇല വന്നതിന് ശേഷം ഒരു ചാണകവും ആലവളവും കൂടി ആട്ടുംവളവും ചാണകവും കൂടി മിക്സാക്കി കടലപ്പിണ്ണാക്ക് 20 ഗ്രാം യൂറിയ 20 ഗ്രാം പൊട്ടാഷ്യം നൽകിയാണ് പിന്നെ വളം ഉപയോഗിച്ചത്. അതിനുശേഷം പിന്നെ പന്തലിട്ട് എല്ലാം കൃത്യമായി ചെയ്തു. മഴക്കാലമായതിനാൽ പച്ചക്കറി വിറ്റഴിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ലെന്ന് മൊയ്തീൻ പറയുന്നു.
എല്ലാത്തിനും ആവശ്യക്കാരുണ്ട്. നിരവധി ആളുകൾ കൃഷിയിടത്തിൽ നേരിട്ട് പച്ചക്കറി വാങ്ങാനെത്തും. എല്ലാ ഇനങ്ങൾക്കും സീസണിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടിയ വിലയും ലഭിക്കും. അത് മാർക്കറ്റിൻ്റെ പ്രശ്നം ഈ മഴക്കാല പച്ചക്കറിയിലില്ല. എല്ലാം ആവശ്യക്കാരുണ്ട്. പിന്നെ വേനൽ പച്ചക്കറിയിൽ എല്ലാവരും ചെയ്തുകൊണ്ട് പച്ചക്കറി ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് നമുക്ക് സുഖമായിട്ട് വിറ്റ് ചിലവാകുന്നുണ്ട്. ഞാൻ 10 ഇനം പച്ചക്കറി നട്ടിട്ടുണ്ട്. വെണ്ട, പയറ്, വെള്ളരി, പാവല്, താലോരി, കക്കിരി, താലോരി, പടവലം, ചരങ്ങ. കൃഷിവകുപ്പിൽ നിന്ന് ഇതുവരെ സാമ്പത്തിക സഹായമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ഉദ്യോഗസ്ഥർ മുഴുവൻ സമയവും തന്റെ ഒപ്പമുണ്ടെന്ന് മൊയ്തീൻ പറയുന്നു. MLA ഉൾപ്പെടെയുള്ളവർ കൃഷിയിടം കാണാനെത്തി. കഴിഞ്ഞ വർഷം ആത്മയുടെ പുരസ്കാരവും ഈ യുവകർഷകനെ തേടിയെത്തി. എനിക്ക് 1 ലക്ഷം രൂപയോടെ ഈ ഫുള്ള് ഫ്ലോട്ടിന് ചിലവഴിച്ചിട്ടുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയില്ല. കൃഷി വകുപ്പ് അസിസ്റ്റൻ്റ് ഓഫീസറെ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ വരുന്നതിൻ്റെ മുന്നേ അദ്ദേഹം വന്ന് എല്ലാ രോഗങ്ങളും മനസ്സിലാക്കി, ഓരോ ചെടികളെയും മുന്നിൽ പോയി അദ്ദേഹം രോഗങ്ങൾ മനസ്സിലാക്കി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സാറുമായി ചർച്ച ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ജയരാജൻ സാറും എൻ്റെ ഒപ്പരം തന്നെയുണ്ട്. പോരാതെ കൊളച്ചേരി കൃഷിഭവനിലെ ഓഫീസർ രാധാകൃഷ്ണൻ സാറും ഇപ്പോൾ എന്നെ എപ്പോഴും വിളിക്കാറും അതിനുള്ള എല്ലാ നിർദ്ദേശവും എനിക്ക് നൽകുന്നുണ്ട്. അല്പം ശ്രദ്ധയുണ്ടെങ്കിൽ മഴക്കാലത്ത് എല്ലാ പച്ചക്കറിയും കൃഷി ചെയ്യാനാകുമെന്ന് മൊയ്തീൻ പറയുന്നു. മണ്ണിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മണ്ണിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ അറിയിക്കാനും മുൻ എപ്പിസോഡുകൾ കാണാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ facebook.com/reportermanna സന്ദർശിക്കുക.